തഞ്ചാവൂർ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ കുട്ടനാട് എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ കുട്ടനാട് പോലെ തമിഴ്നാടിന്റെ കുട്ടനാട് എന്നാണ് പറയുന്നത്. പക്ഷെ നെൽകൃഷി, കരിമ്പ് കൃഷിയൊക്കെ ഈ ഭാഗത്ത് ധാരാളമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ മിൽസും ഇവിടെ ഉണ്ട് കേട്ടോ. ചോളം പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. കല്ലുത് കണ്ടോ, ട്രെയിൻ പോകുന്നുണ്ടോ? ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ. ചെന്നൈ സിൽക്സ്, A2B, KFC, പിന്നെ പലതരം ബിരിയാണി സ്പെഷ്യൽ ഷോപ്സ്. അപ്പോൾ നമ്മൾ തഞ്ചാവൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെട്ടിനാടിൻ്റെ വരണ്ട ഭൂപ്രകൃതിയൊക്കെ മാറി നല്ല പച്ചപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നപ്പം കൃഷിയുടെ ഒരു രീതി മാറി, കരിമ്പ് കണ്ടു തുടങ്ങി. പിന്നെ ഒരു ഭാഗത്ത് കപ്പ ഉണ്ടായിരുന്നു, നമ്മുടെ മരച്ചീനി. തമിഴ്നാട്ടിൽ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് കപ്പ കാണുന്നത്, മരച്ചീനി കൃഷി. തഞ്ചാവൂർ എത്താറായി. തഞ്ചാവൂർ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ കുട്ടനാട് എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ കുട്ടനാട് പോലെ തമിഴ്നാടിന്റെ കുട്ടനാട് എന്നാണ് പറയുന്നത്. പക്ഷെ നെൽകൃഷി തുടങ്ങി കണ്ടില്ല. അവിടെ ഇവിടെ കുറേശ്ശൊക്കെ കണ്ടുള്ളൂ. കൂടുതലും ഇനിയിപ്പോ ഈ ഹൈവേയുടെ സൈഡിൽ നമ്മുടെ മുള്ളുമരങ്ങളും പുളിമരങ്ങളും ഒക്കെ തന്നെയാണ്. പുളിമരം ഒന്നും കണ്ടില്ല. പുളിമരം ഉണ്ട് ഇടയ്ക്ക്. വേപ്പ്, മുള്ളുമരം, പുളിമരം, ഈ മൂന്നും ഇങ്ങനെ മാറി മാറി കാണപ്പെടുന്നുണ്ട്. കല്ലു എന്ത് ചെയ്യുന്ന? കല്ലിന് ബോറടിക്കണം. കല്ലും വ്ലോഗ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാർബീസിന്റെ വീഡിയോസ് ആണ് എഡിറ്റ് ചെയ്യുന്നത്. തേക്ക് നട്ടു വെച്ചിട്ടുണ്ട്. തേക്കും മാതിരി തേക്ക് മരങ്ങളുണ്ട്. അതിനിടയ്ക്ക് മാവുണ്ട്, കുഞ്ഞു കുഞ്ഞു മാന്തോട്ടം. ഇത് ഉഴുന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ആ കാണുന്നതൊക്കെ ഉഴുന്നാണ്. അതിനിടയ്ക്ക് തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത മണൽ, ഈ മണ്ണിനൊരു പ്രത്യേക കളറാണ്, റെഡ് ഷെയ്ഡാണ്, നല്ല റെഡ് കളർ. ഇവിടെ നെൽവയൽ ഉണ്ട് കേട്ടോ. കുറച്ച് പാച്ചസ് ആയിട്ട് ഇങ്ങനെ നെൽകൃഷി കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചു കൊച്ചു ഗ്രാമം, ആൾക്കാർ താമസിക്കുന്ന കുറച്ച് ചെറിയ വീടുകളും. കന്നുകാലി വളർത്തൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പശുവും ആടും ഒക്കെ വളർത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഞങ്ങളിത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ തഞ്ചാവൂര് പോകുന്നത്. ഞങ്ങളിതിന് മുന്നേ ഒരു 3 വർഷം മുന്നേ അല്ലേ, 3 വർഷം മുന്നേ 2018 തഞ്ചാവൂര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്ലൂസ് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും പൊന്നൂസ് എവിടെയാന്ന്. പൊന്നൂസ് അവരുടെ കാറിലാട്ടോ. അജിത് ഏട്ടന്റെ കാറ് ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അവരുടെ വണ്ടിയിലേക്ക് കയറി പൊന്നു. അവിടെ കേശുവായിട്ട് കളിച്ചിരിക്കുകയാണ് അതില്. അപ്പൊ ഇന്നലെ മുതൽ പുള്ളിക്കാരി അതിലെ യാത്രയൊക്കെ അവരുടെ കൂടെ ഇരുന്നോളാം, കുഞ്ഞിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ്. പിന്നെ കല്ലൂനിവിടെ ഫോണും എഡിറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് അവൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരായിട്ട് നമ്മൾ ഏത് ട്രാവലിങ്ങിൽ പോയാലും അവൾ എപ്പോഴും 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം അവിടെ ആയിരിക്കും അവരുടെ കാറില്. ആദ്യത്തെ ഒരു ദിവസം മാത്രം നമ്മുടെ കാറിലായിരിക്കും. അതാകുമ്പോ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് കളിക്കണ്ട. യൂക്കാലി മരങ്ങളുടെ കൃഷി ഒരുപാടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഈ ഹൈവേയുടെ 2 സൈഡിലും യൂക്കാലി തോട്ടങ്ങൾ ഇങ്ങനെ ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാരക്കുടിയിൽ നിന്ന് നമുക്ക് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 7 മണിക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ആ തിരുമയം ഫോർട്ട് ഇല്ലേ, അത് കാണാമെന്ന് പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോയ ആ 2 ക്ഷേത്രങ്ങൾ കയറിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും താമസം. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഹൈവേ വഴി പോയപ്പോ ദൂരെ ആ ഫോർട്ട് നല്ല ഭംഗിയിൽ കാണാൻ പറ്റി. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. നമ്മൾ അത് കാണാൻ വേണ്ടി മാത്രം പിന്നെ ഒരു വരവ് ബുദ്ധിമുട്ടാണ് ഇത്രയും ദൂരം. ഇപ്പൊ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ. പക്ഷെ ഫോർട്ട് തുറന്നിട്ടില്ല കേട്ടോ. 10 മണിയായിട്ടേ അത് ഓപ്പൺ ആവുള്ളൂ എന്നാ പറഞ്ഞേ. ഫോർട്ടിൽ കയറാൻ പറ്റിയില്ല. താഴെ 2 റോക്കറ്റ് ടെമ്പിൾസ് ഉണ്ടായിരുന്നു. മുഴുവൻ പാറ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ്. നല്ല ക്ഷേത്രങ്ങളാണ്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അകത്ത് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞ് അത് അകത്ത് ഷൂട്ടിങ് അനുവദനീയമല്ല എന്ന് പറഞ്ഞു. എങ്കിലും തിരക്ക് വളരെ കുറവായിരുന്നു. ക്ഷേത്രമൊക്കെ തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ.
അല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊരു 8:30-8:45 ആകുമ്പോഴത്തേക്കും തഞ്ചാവൂരെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ കാഴ്ച കണ്ടതുകൊണ്ട് ഞങ്ങൾ കയറി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് നഷ്ടമായില്ല. നല്ല ക്ഷേത്രങ്ങളാണ്, കാണാൻ പറ്റിയ ക്ഷേത്രങ്ങളായിരുന്നു. 1600 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. 1600 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്. ശിവന്റെ അമ്പലവും പിന്നെ ഒരു വിഷ്ണുവിന്റെ അമ്പലമാണ് കുറച്ചുകൂടെ വലുത്. ശിവന്റെ അമ്പലം വിഷ്ണുവിന്റെ അമ്പലത്തിന്റെ അത്രയും വലിപ്പമുള്ളതല്ല. ഇതുണ്ടോ മരിച്ചീനി കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണാം നമുക്ക്. ഓലമേഞ്ഞൊരു വീടുണ്ട്. ഓലമേഞ്ഞ വീട് സാധാരണ തമിഴ്നാട്ടിൽ ഓലമേഞ്ഞ വീട് എങ്ങനെ കാണാറില്ല. ദൂരെ എന്തോ പൂപ്പാടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. മഞ്ഞ നിറത്തിലെ പൂക്കൾ നിൽക്കുന്നുണ്ട്. അവിടെ ഇതുണ്ട് ചോളം. ചോളം ഉണക്കുകയാണ് റോഡില്. അതിന്റെ കളർ ദൂരം നിന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അത് ഈ ടാറിന്റെ പുറത്തിടുമ്പോ നന്നായിട്ട് ഉണങ്ങി കിട്ടും. കരിമ്പ് കൃഷിയൊക്കെ ഈ ഭാഗത്ത് ധാരാളമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ മിൽസും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഷുഗർ മിൽസിന്റെ, അതായത് ഈ മെയിൻ റോഡിൽ നിന്ന് ചോളം കൃഷിയുണ്ട്. അപ്പൊ ഷുഗർ മിൽസ് ഒരുപാടുണ്ടെന്ന് ഇവിടെ ബോർഡ് കാണാം. റോഡിൽ നിന്ന് ഡിവൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് അതിലേക്ക് പോകുന്ന വഴി. അതെ, ചോളം വരുന്നുണ്ട്. ചോളം പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാടുണ്ട് ചോളം. ഈ ചോളം ഇങ്ങനെ എടുത്തിട്ട് അതൊരു മെഷീൻ വഴി അങ്ങനെ പൊഴിച്ചെടുക്കുന്ന കേട്ടോ. നമ്മൾ പോകുന്ന വഴി അങ്ങനെ കാഴ്ച കാണുകയാണെങ്കിൽ നിർത്താം. നല്ല രസമാണ് അത് കാണാൻ. അതിന്റെ വേസ്റ്റ് ഇങ്ങനെ പറന്ന് പുറകിലോട്ടും ചോളം ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ഒരു ഇതിനകത്ത് വന്ന് വീഴും. നല്ല രസമാണ് ആ കാഴ്ച കാണാൻ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അങ്ങനെ പൊഴിച്ചെടുക്കുന്ന സാധനമാണ് അവർ ഈ റോഡ് സൈഡിൽ കൊണ്ടിട്ടിട്ട് ഉണക്കിയെടുക്കുന്നത്. പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അവരവിടെ കൊണ്ടിടുന്നത്. ചെറിയൊരു ഗ്രാമപ്രദേശമായിരുന്നു. ചെറിയ തിരക്കുണ്ട് ഇവിടെ. പാപനാശത്തേക്ക് ഇവിടെ 42 കിലോമീറ്റർ ഒരു മയിൽക്കുറ്റി കണ്ടു. പാപനാശം. നമ്മൾ ഈ വലതുവശത്തായി കാണുന്നത് തഞ്ചാവൂർ എയർഫോഴ്സ് സ്റ്റേഷനാണ് കേട്ടോ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ നമ്പർ 222 സ്ക്വാഡ്രണിൽ പെടുന്ന സുഖോയ് യുദ്ധവിമാനങ്ങളാണ് ഇവിടെയുള്ളത്. 2013 മെയ് മാസം 27-ാം തീയതി അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി സാറാണ് ഈ എയർഫോഴ്സ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരു എയർഫീൽഡ് ആയിരുന്നു ഇത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ എയർഫീൽഡ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശം വന്നു. 1990കളിൽ തഞ്ചാവൂരിൽ നിന്നും ചെന്നൈയിലേക്ക് വായുദൂത് എയർ സർവീസ് ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്തിരുന്നു. 2008-ൽ തമിഴ്നാട്ടിലുണ്ടായ പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച ജനങ്ങൾക്ക് ആകാശമാർഗം വഴി 15,000 കിലോ ഭക്ഷ്യധാന്യങ്ങൾ ഇട്ടുകൊടുത്തത് ഇവിടെ നിന്നും പറന്നുയർന്ന വ്യോമസേനാ വിമാനങ്ങൾ വഴിയാണ്. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തഞ്ചാവൂർ. ചെന്നൈയിൽ നിന്നും 200 കിലോമീറ്റർ തെക്കു ഭാഗത്തായാണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തെ ചുറ്റി വളർന്നു വന്ന ഒരു നഗരമാണ് ഇത്. പണ്ട് തഞ്ചനൻ എന്നു പേരായ ഒരു അസുരൻ ഈ സ്ഥലത്ത് താമസിച്ച് ജനങ്ങൾക്ക് ദ്രോഹങ്ങൾ ചെയ്തിരുന്നു. തഞ്ചനന്റെ അക്രമം കാരണം സഹികെട്ട ജനങ്ങൾ മഹാവിഷ്ണുവിനെയും ആനന്ദവല്ലി ദേവിയെയും പ്രാർത്ഥിച്ച് അസുരനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്രകാരം മഹാവിഷ്ണുവും ആനന്ദവല്ലി ദേവിയും ചേർന്ന് തഞ്ചനനെ വധിച്ചു. പക്ഷേ മരിക്കുന്നതിന് മുൻപായി തഞ്ചനൻ തന്റെ പേര് ഈ സ്ഥലത്തിന് നൽകണമെന്ന് ദൈവങ്ങളോട് ആവശ്യപ്പെട്ടു അത്രേ. തുടർന്ന് കരുണ തോന്നിയ മഹാവിഷ്ണു അപ്രകാരം സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും അങ്ങനെ ഈ സ്ഥലത്തിന് തഞ്ചനന്റെ ഊര് അല്ലെങ്കിൽ ഗ്രാമം എന്ന അർത്ഥത്തിൽ തഞ്ചാവൂർ എന്ന പേര് വരികയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അവിടെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന്
ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് ആസ്വദിക്കാം. ഫ്രഷ് ആവണമെന്നല്ല, ഒന്ന് ലഗേജ് ഒക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് 11 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ. അപ്പോൾ നമുക്ക് ഇപ്പൊ എത്രയായി മണി? 10:30 സമയം 10:18 ആവുന്നു. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം കറക്റ്റ് സമയമായിരിക്കും. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാഗെല്ലാം ഒന്ന് സെറ്റിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. തഞ്ചാവൂർ പാലസിലേക്ക് അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് പാലസ് കാണാൻ പറ്റിയിരുന്നില്ല അല്ലേ? അന്ന് ടൈമിംഗ് എന്തോ പ്രശ്നമായിരുന്നു. നമ്മൾ ഓടിപ്പിടിച്ചൊരു യാത്ര. അന്ന് ഇങ്ങനത്തെ യാത്ര റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു യാത്ര ആയിരുന്നില്ല, തിരക്ക് പിടിച്ച ഒരു യാത്രയായിരുന്നു. 4 ദിവസം കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്തത്. മധുര, തഞ്ചാവൂര്, അല്ല മധുര, ട്രിച്ചി, തഞ്ചാവൂര്, ശ്രീരംഗം. നമ്മൾ ചിദംബരം പോലെ പോയി 4 ദിവസം കൊണ്ട്. ചുമ്മാ എല്ലായിടം പോയി ഓടി തൊട്ട്. കർണാടക സംഗീതത്തിനും ശാസ്ത്രീയ നൃത്തത്തിനും തഞ്ചാവൂർ നൽകിയിട്ടുള്ള സംഭാവനകൾ അതിരറ്റതാണ്. തഞ്ചാവൂരിനെ ഒരിക്കൽ കർണാടക സംഗീതത്തിന്റെ ഇരിപ്പിടമെന്ന് വിശേഷിപ്പിച്ചിരുന്നു. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ത്യാഗരാജ, മുത്തുസ്വാമി ദീക്ഷിത്, ശ്യാമശാസ്ത്രികൾ എന്നിവർ ഇവിടെയാണ് ജീവിച്ചിരുന്നത്. ഇവിടുത്തെ തനത് ചിത്രകലാ രീതി തഞ്ചാവൂർ ചിത്രങ്ങൾ എന്ന പേരിലാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. തവിൽ എന്ന വാദ്യോപകരണവും വീണയും തഞ്ചാവൂരിന്റെ സംഭാവനയാണ്. മറ്റൊരു സവിശേഷമായ സംഗതി ഇവിടെ ഉണ്ടാക്കുന്ന തഞ്ചാവൂർ പാവകളാണ്. സിറ്റി അല്ലേ, തഞ്ചാവൂർ സിറ്റിയാണ്. നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കുണ്ട്. KFC ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ. ചെന്നൈ സിൽക്സ്, A2B, KFC, പിന്നെ പലതരം ബിരിയാണി സ്പെഷ്യൽ ഷോപ്സ്. ബസ്സിലൊക്കെ തിരക്കുണ്ട്. ഇവിടെയൊക്കെ തിയേറ്റർ ഒക്കെ ഓപ്പൺ ആയിന്ന് അല്ലേ? ഇന്ന് മുതല് ഇവിടെ കുറെ ഭാഗത്തൊക്കെ തിയേറ്റർ ഒക്കെ ഓപ്പണിംഗ് ആണ്. സ്കൂളും അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ. കല്ലുതുണ്ടോ? ട്രെയിൻ പോകുന്നുണ്ടോ? നമ്മുടെ TTDC എത്താറായിട്ടുണ്ട്. ആദ്യം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് ഓർമ്മയുണ്ടോ? അന്ന് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നമ്മൾ കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ. നല്ല ഭംഗിയിൽ. അതെ, നമ്മൾ TTDCയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, നമ്മൾ രാമേശ്വരം TTDC കണ്ടില്ലേ, അതുപോലെ ഇവിടെയും ഐ ലവ് തഞ്ചാവൂർ എന്ന് പറഞ്ഞിട്ടൊരു വോളുണ്ട് കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് കാണിച്ചു തരാം. നീ കാണുന്നുണ്ടോ? ഒരു ഗാർഡൻ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് അതുള്ളത്. തഞ്ചാവൂർ വന്നതിൻ്റെ മെമ്മറിക്കായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ നമ്മുടെ കാർ പാർക്ക് ചെയ്യും. ഏതായാലും ഇനി റൂമിലേക്ക് പോവാവേ. ലഗേജ് ഇവിടെ വെച്ചിട്ട് നമുക്ക് പുറത്ത് പോവാം. അപ്പോൾ ഈ കാണുന്ന കേട്ടോ റൂം ഞങ്ങൾ ബുക്ക് ചെയ്തത്. പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സോപ്പ്, ബ്രഷ് ഉണ്ട്, ചീർപ്പുണ്ട്, ഷാംപൂ, ഓയിലൊക്കെ. അലമാരകളുണ്ട്.
ഈ കാണുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ കേട്ടോ. ടോയ്ലറ്റ്. നല്ലൊരു പെയിന്റിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് തഞ്ചാവൂർ പാലസിലേക്കാണ് പോകണ്ടേ. പാലസ് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഫോണ് കിട്ടിയാൽ പിന്നെ കുഞ്ഞിനൊന്നും വേണ്ട വരാൻ. ഈ റൂംസിന്റെ നടുവിലായിട്ട് പാർക്ക് ഉണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ. ഞങ്ങൾ അന്ന് വന്നപ്പോഴേ ആ ഭാഗത്തെ റൂമിലാണ് താമസിച്ചത്. മയിൽ വന്നായിരുന്നു, അത് വലിയൊരു പീക്കോക്ക് ഇങ്ങനെ പറന്ന് ഈ കെട്ടിടത്തിന്റെ മേളിൽ പോയിരുന്നതായി ഓർമ്മയുണ്ട്. നിറയെ പീലിയൊക്കെ ഉള്ള ഒത്തിരി വലിയൊരു മയിൽ. രാത്രിയൊക്കെ നല്ല രസമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് ഇറങ്ങി ഓടി കളിക്കാനൊക്കെ സ്ഥലം അവിടെ. ചുറ്റും കാണുന്ന റൂംസ് കേട്ടോ. 2 ബിൽഡിങ്ങിലും അപ്പുറത്തോട്ട് മാറിയും ഇവർക്ക് റൂംസ് ഉണ്ട്. ഒരു പ്ലാവുണ്ടേ, നമുക്ക് ചക്കയുണ്ട്. ഒരു ചക്കതെ പഴുത്ത് നിൽക്കുക. മണമൊന്നുമില്ല, പക്ഷെ മണമുണ്ട്, നല്ല മണമുണ്ട്. ഇങ്ങനെ പഴുത്ത് നിൽക്കുക. അപ്പോൾ അതെ നമ്മൾ പാലസിലേക്ക് പോവാം കേട്ടോ. ഇവിടുന്ന് 1.7 കിലോമീറ്റർ അല്ലേ കാണിക്കുന്നത്. 8 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. തഞ്ചാവൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഓഫീസാട്ടോ ആ മുന്നേ കാണുന്നത്, വലിയ ബിൽഡിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ തഞ്ചാവൂർ പാലസ് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.